ആ ബൈ രാജ ബൈ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജ ബൈ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജ ബൈ ബൈ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക് നോക്കണം. ഇതേമാതിരി കുത്തി കഴിഞ്ഞു. നോക്കണം, ചരട് വലിയ കമ്പനി കിട്ടി കഴിഞ്ഞ്. ആ ബൈ രാജ ബൈ ബൈ. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ആ ബൈ രാജ ബൈ ബൈ. നോക്കണം, ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു. ബൈ രാജ ബൈ. എന്താണോ നോക്കിക്കണം, പോട്ടെ. എന്താ വെക്കുന്നോ? അതിന് പോ, പോലീസ് പോ, വേണിച്ച് പോകരുത്. ആ ബൈ രാജ ബൈ. എന്റെ കൈ 2 രൂപയുണ്ട്. ആ ഇരട്ടി കിട്ടും, വെച്ചോ വെച്ചോ. 2 വെച്ച് 4 കിട്ടും, 4 വെച്ചാൽ 8 2 പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള കാശ്. കിട്ടിക്കഴിഞ്ഞാൽ 4 കൂട്ടും 4 ചായയും കഴിച്ചൂടെ? കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പട്ടിണി. ആ ബൈ രാജ ബൈ ബൈ രാജ ബൈ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, ഏത് നേരത്തും ഏത് സമയത്തും വെക്കാം. നോക്കി കുത്തണം, സൂക്ഷിച്ച് കുത്തണം, നേരത്തിന് കുത്തണം, തെറ്റി പോരുത്. ആ ബൈ രാജ. പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിട്ടേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ആ ബൈ രാജ. എനിക്ക് പുട്ട് വേണം. നിർബന്ധമാണോ? എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ആ ബൈ രാജ ബൈ. എന്താ പേര്? തിരിക്കുത്ത് കുമാരൻ. തിരിക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, പറഞ്ഞാ മതി. അല്ലേ? ആ ഇവരെന്നാ അരി ആട്ടിയത് തന്നെ. ആ ഇരി രാജ ഇരി. ആ പോ രാജ പോ. 13, 13, 15. ആ ഇലയും തൊലിയും കൂടെ എടുത്തരോ ഞാൻ. 15, 15, 30, 35. അവിടെ ഒന്ന് 40. ആ ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. ആ നിലവില് ഇവിടെ എവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ? ആ 350. തിരിക്കുത്തുമാന്റെ പറ്റിലെഴുതിക്കോ. കുമാരകന്റെ പറ്റോ? അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ചേ. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? ഞാൻ പോവാ. ഇങ്ങോട്ടെ ഇങ്ങോട്ട് അടിയാ. ഇവ എന്റെ സ്വന്തം ബെഡ്റൂം. ധൈര്യമായിട്ട് വാളിയാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അളിയൻ കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്. നീ എന്റെ ആത്മസുഹൃത്താണ്. നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്. എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ. പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. പോടാ. ഞാൻ തറയിൽ കിടക്കാം. കട്ടിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാ. അളിയാ ഒന്നുമില്ലയാ. സത്യം പറഞ്ഞോ? ആരാ നീ? എങ്ങനെ ഇവിടെ വന്നു?
ഞാൻ കള്ളനല്ല ചേട്ടാ, ഇത് കൊള്ളാം. ഇന്നലെ രാത്രി എന്നെ വിളിച്ചോണ്ട് കിടത്തിയ സാറല്ലേ? ഏത് സ്കൂളിലാണ് നിന്നെ പഠിപ്പിച്ചത്? ഇറങ്ങടാ, എലപ്പേ പുറത്ത്. വെള്ളം തലേന്ന് ഇറങ്ങിയപ്പോ മറന്നു വേണം, ഞാൻ എന്ത് ചെയ്യാനാ? നീ മര്യാദക്ക് ഇറങ്ങുന്നു അതോ വാച്ച്മാനെ വിളിച്ച് തല്ലും നിന്ന് ഇറക്കണോ? കിടന്നു അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. എടാ, ഇക്കണക്കിന് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞുണ്ടാക്കുമല്ലോടാ. താൻ ശ്രമിച്ചല്ലോ. എന്നുണ്ടോ? എങ്ങനെയുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തു പോകുന്നു അതോ? ചവിട്ടി പുറത്തിറങ്ങണോ? വാച്ച്മാൻ വാച്ച്മാൻ വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇനിയും കള്ളു നോക്കുമ്പോ താൻ ചാവാൻ ശ്രമിക്കുമല്ലോ, അന്ന് എന്റെ ശവം പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. വാച്ച്മാൻ ഇയാളെ പിടിച്ച് പുറത്തിറക്കൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ എന്തോ ചെയ്യും? ബോധവുമില്ല, ബുക്കണവുമില്ല. ഇന്നലെ അയാള് കള്ളം കുടിച്ചോണ്ട് ചാവാൻ ശ്രമിച്ചപ്പോ ഞാൻ അയാളെ രക്ഷപ്പെടുത്തിയ അയാളെന്നെ രാവിലെ ഇവിടെ കൊണ്ട്